ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ നമുക്ക് പകർന്നു തരുവാനുമായി പ്രമുഖ വാസ്തു ജ്യോതിഷ ആചാര്യൻ ശ്രീ ഡെന്നിസ് ജോയ് എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ സ്നേഹാദരങ്ങളോടെ നമുക്ക് അദ്ദേഹത്തെ ഇന്നത്തെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പോകാം. ഏറെ പ്രിയങ്കരനായ ഡെന്നിസ് ജോയ് സർ, ഞാൻ ദേവാമൃതത്തിൻ്റെ സ്ഥിരം പ്രേക്ഷകനാണ്. ഞാൻ കുമരകം എന്ന സ്ഥലത്ത് ഒരു പഴയ വീട് വിലയ്ക്ക് വാങ്ങി. അതിനുശേഷം ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ട് ഇപ്പോൾ മറ്റൊരു ജോലിയിലാണ്. പക്ഷേ കടങ്ങൾ കാരണം ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലുമാണ്. മാസം അത്യാവശ്യം വരുമാനമുണ്ട്, വീട്ടിൽ ഒരു സ്വസ്ഥതയുമില്ല, അസുഖങ്ങൾ മാറി മാറി വരുന്നു, മക്കൾ പഠിച്ചിറങ്ങിയിട്ടും അവർക്ക് ജോലിയൊന്നും ലഭ്യമാകുന്നില്ല. ദയവായി ഒരു മറുപടി തന്ന് സഹായിക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വീടിൻ്റെ ഒരു പോർഷൻ നമ്മുടെ മതിലിലോട്ട് ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. കാരണം വെച്ചാൽ ഇപ്പം വീട് നിൽക്കുന്ന എല്ലാ ആ ഒരു ഭാഗങ്ങളെല്ലാം ക്ലിയറായി ചെയ്തെങ്കിലും ഇതിന് ശേഷമാണ് ഇവരൊരു കാർ പോർച്ച് ഇതിൽ കൂട്ടിയെടുത്തിട്ടുള്ളത്. കാരണം ഈ കാർ പോർച്ച് നിൽക്കുന്നത് മതിലിലോട് ചേർത്തായതുകൊണ്ട് വീടിന് വെളിയിലുള്ള നെഗറ്റീവ് ഊർജ്ജം കൂടി വീടിനകത്തേക്ക് കടന്നു വരുന്നതിന് അത് കാരണമായി തീരും. കാരണം വെച്ചാൽ നമ്മളൊരു വീട് പണിയുന്നതിന് ഫൗണ്ടേഷൻ കെട്ടുന്നതിന് മുമ്പേ നമ്മുടെ വീടിന് 4 മൂലയ്ക്കും നമ്മൾ ഫൗണ്ടേഷൻ കെട്ടി മതിൽ കെട്ടണം നമ്മൾ എപ്പോഴും പറയുന്നതാണ്. കാരണം കൃത്യമായ കണക്കനുസരിച്ച് വാസ്തു അനുസരിച്ച് നമ്മൾ മതിൽ കെട്ടി സെപ്പറേറ്റ് ചെയ്ത ശേഷം അതിനകത്താണ് നമ്മൾ സാധാരണ വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മതിലയിലോട്ട് ചേർത്ത് ഇവർ കാർ പോർച്ച് ചെയ്തപ്പം ഈ മതിലയിലുള്ള നെഗറ്റീവ് ഊർജ്ജം കൂടി വീടിനകത്തേക്ക് കടന്നു വരുന്നതിന് കാരണമായി തീർന്നു. അപ്പോൾ ഇവർ അത്യാവശ്യമായിട്ട് ഈ മതിലും കാർ പോർച്ചും തമ്മിലുള്ള കണക്ഷൻ കട്ട് ചെയ്ത് വിടുക. അതുപോലെ ഇതിൻ്റെ ഒരു കിണർ നിൽക്കുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിണറോ വെള്ളം കെട്ടിക്കിടക്കുന്ന എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആൾക്കാർക്ക് TB പോലുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ കുട്ടികളുടെ കല്യാണത്തിനൊക്കെ തടസ്സങ്ങൾ വരാം, ഫാമിലി പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത്, കാരണം ഈ ഒരു കിണറും ഈ വീടും തമ്മിൽ കുറേ അകലമുണ്ട്. അപ്പം വീടിൽ നിന്ന് ഒരു 2 മീറ്റർ മാറ്റി ഭൂമിക്ക് അടിയിൽ കൂടി ഇവരൊരു ബേസിക് ഫൗണ്ടേഷൻ കൊടുത്താൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള കിണർ കോമ്പൗണ്ടിന് പുറത്തായി കിട്ടും. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷം പൂർണ്ണമായിട്ടും മാറി കിട്ടും. അതുപോലെ ഈ ഒരു വീടിനെ സംബന്ധിച്ച് നമ്മൾ എടുക്കുമ്പം ഇതിനകത്ത് കുട്ടികളുടെ പോർഷൻ മിസ്സിങ് ആയിട്ടാണ് കാരണം ഇതിൻ്റെ വടക്ക് പടിഞ്ഞാറ് മൂല ഇവർ ഭൂമിക്കടിയിൽ കൂടി ഒരു ബേസിക് ഫൗണ്ടേഷൻ കെട്ടി സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ കുട്ടികളുടെ ഈ ഒരു പോർഷൻ്റെ കംപ്ലൈൻറ്റ് ഇവർക്ക് പൂർണ്ണമായും മാറി കിട്ടും. അല്ലെങ്കിൽ പിള്ളേരെ കൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഉണ്ടായിക്കൊണ്ട് കാണിച്ചാൽ പിള്ളേർ പഠിക്കുന്നില്ലെന്നുള്ളതാവാം, ചിലപ്പം പഠിച്ചാൽ തന്നെ നല്ല മാർക്ക് വാങ്ങിക്കുന്നില്ലെന്നുള്ളതാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ടെൻഷനായിരിക്കാം. അപ്പം ഒരിക്കലും അച്ഛനും അമ്മയ്ക്കും അവരവരുടെ പിള്ളേരെ കൊണ്ടുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ടെൻഷനോ വിട്ടുമാറാതെ നിൽക്കും. ഇത് സ്ക്വയർ ചെയ്യും, അത് പൂർണ്ണമായിട്ടും മാറിക്കിട്ടുകയും ചെയ്യും. അതുപോലെ ഇതിൻ്റെ കിഴക്ക് വടക്ക് ഭാഗത്തായിട്ടൊരു ടോയ്ലറ്റ് കാണുന്നുണ്ട്. കാരണം വെച്ചാൽ നിരന്തരമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിൽ താമസിക്കുന്ന ആൾക്കാരെ ബാധിക്കാം. അതുപോലെ നമ്മൾ എത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ പോലും ചിലപ്പോൾ അതിനുള്ള ആ ഒരു ചികിത്സയ്ക്ക് ഫലം കണ്ടെന്നും വരില്ല. കാരണം വെച്ചാൽ മിക്കവാറും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്കായി പോകും. കാരണം സ്ഥിരമായിട്ട് ഇതിനകത്ത് താമസിച്ച് കഴിയുമ്പോൾ പിന്നെ ചില സമയത്ത് നമ്മൾ ഈ ഒരു വീട്ടിലൊക്കെ ചിലപ്പോൾ നല്ല സമയത്തൊക്കെയാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ നാൾ വലിയ കുഴപ്പങ്ങളൊന്നും അറിയില്ല. കാരണം മോശ സമയം കൂടെ വരുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ ദോഷങ്ങൾ പൂർണ്ണമായിട്ട് ബാധിച്ച് തുടങ്ങുക. അപ്പോൾ ഈ ടോയ്ലറ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. കാരണം ഇതിനകത്തുള്ള ക്ലോസറ്റെല്ലാം മാറ്റിയിട്ട് അത് ഉപയോഗിക്കാതിരിക്കുന്നതിൽ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ മാറിക്കിട്ടും. അതുപോലെ കിഴക്ക് വടക്ക് ഭാഗത്തായിട്ട് ഒരു സെപ്റ്റി ടാങ്കും കാണുന്നുണ്ട്. കാരണം കിഴക്ക് വടക്ക് ഭാഗത്തുള്ള സെപ്റ്റി ടാങ്ക് ഇവർ പൂർണ്ണമായിട്ട് മാറ്റി ഒന്നുകിൽ ഇവർ കോമ്പൗണ്ടിന് പുറത്താക്കാം, ഒരു ബേസിക് ഫൗണ്ടേഷൻ കെട്ടി കോമ്പൗണ്ട് തിരിച്ച് പുറത്താക്കിയാലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ മാറിക്കിട്ടും. കാരണം കിഴക്ക് വടക്ക് ഭാഗത്ത് എനർജി പാസിങ് തെക്ക് പടിഞ്ഞാറോട്ട് പോകുന്നതുകൊണ്ട് കിഴക്ക് വടക്ക് ഭാഗത്ത് ഇതുപോലുള്ള സെപ്റ്റി ടാങ്കോ അല്ലെങ്കിൽ മലിനമായിട്ടുള്ള സംഭവങ്ങളൊക്കെ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ വീടിൻ്റെ അകത്ത് താമസിക്കുമ്പോൾ ചിലപ്പം അസുഖങ്ങളും കാര്യങ്ങളും വിട്ടുമാറാതെ പിന്തുടരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കിഴക്ക് വടക്ക് ഭാഗത്തെ സെപ്റ്റി ടാങ്ക് പൂർണ്ണമായിട്ട് ഒഴിപ്പിച്ച് ചെയ്യുക. അതുപോലെ സ്ഥലത്തിന് ചെറിയ പ്രോബ്ലങ്ങൾ കാണുന്നുണ്ട്, അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതുപോലെ ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിണർ കൂടാതെ ഒരു ടോയ്ലറ്റ് കൂടെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടോയ്ലറ്റ് പൂർണ്ണമായിട്ട് അവിടുന്ന് മാറ്റിക്കളയുക. മതിൽ കെട്ടി കിണറിനെ പുറത്താക്കി കഴിയുമ്പോൾ കിണറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. അതുപോലെ ചുറ്റളവ് നിൽക്കുന്ന വാർദ്ധക്യ ചുറ്റിലാണ്. കാരണം വെച്ചാൽ വാർദ്ധക്യ ചുറ്റളവിൽ നിന്ന് കഴിയുമ്പോൾ ഈ വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ക്ഷീണാവസ്ഥയായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഒരു 130 സെൻറ്റിമീറ്റർ കൂടി ഇവർ കൂട്ടിയെടുത്തെങ്കിൽ മാത്രമേ ചുറ്റളവിൻ്റെ കാര്യങ്ങൾ ക്ലിയർ ആവത്തുള്ളൂ. കിണറിൻ്റെ കാര്യങ്ങളും അതുപോലെ കുട്ടികളുടെ പോർഷനിലെ കംപ്ലയിൻറ്റും ഇവർ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യണം. അതുപോലെ കിഴക്ക് വടക്ക് ഭാഗത്തെ ടോയ്ലറ്റും സെപ്റ്റി ടാങ്കും ഇവർ വാസ്തു അനുസരിച്ച് അത് ക്രമീകരിച്ചെടുക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ മാറിക്കിട്ടും. സെപ്റ്റി ടാങ്ക് ഒരു ബേസിക് ഫൗണ്ടേഷൻ കെട്ടി പുറത്താക്കിയാൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. നമ്മൾ പറയാറുണ്ട് വീട്ടിലേക്ക് നന്നായി എയർ സർക്കുലേഷൻ വേണം, വാതിലും ജനലും ഒക്കെ തുറന്നിടേണ്ട ആവശ്യകതയെ പറ്റിയൊക്കെ പല അധ്യായങ്ങളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില ദിശകളിൽ നിന്ന് നെഗറ്റീവ് ഊർജ്ജമാണ് വരുന്നത് എന്ന് കേൾക്കുന്നുണ്ടല്ലോ, അത് ശരിയാണോ? എത്രത്തോളം ശരിയാണ്?
ഇല്ല, അതെ, ഒന്നാമത്തെ വെച്ചാൽ നെഗറ്റീവ് ഊർജ്ജം എന്നുള്ളതല്ല. കാരണം വെച്ചാൽ രാവിലെ സൂര്യൻ ഉദിക്കുന്ന ആ ഒരു എനർജി എന്ന് പറഞ്ഞാൽ കോസ്മിക് എനർജിയാണ്. സൂര്യൻ അസ്തമിക്കുന്ന ഭാഗത്തേക്ക് പോകും തോറും നമുക്ക് എനർജി കുറച്ചുകൂടെ അണുക്കളൊക്കെ കടന്നുകൊണ്ടുള്ള സാധ്യതയൊക്കെയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ തെക്ക് പടിഞ്ഞാറ് ഭാഗം വലിയൊരു ഓപ്പണിംഗ് ഒന്നും കൊടുക്കാത്തത്. കാരണം വെച്ചാൽ കിഴക്ക് വടക്ക് ഭാഗത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വെച്ചാൽ സൂര്യൻ ഉദിക്കുമ്പോൾ വരുന്ന കോസ്മിക് എനർജി മാക്സിമം നമ്മൾ ഫുഡ് ഒക്കെ പാചകം ചെയ്യുമ്പോഴൊക്കെ അതിനകത്ത് പതിക്കാൻ വേണ്ടിയാണ് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് പാചകം ചെയ്യണമെന്നൊക്കെ നമ്മൾ പറയുന്നത്. കാരണം ഓരോ ദിക്കും വ്യത്യസ്തമാണ്. കാരണം വെച്ചാൽ ഓരോ ദിക്കിനും ഓരോ പഞ്ചഭൂതങ്ങളുമാണ്. അപ്പോൾ കിഴക്ക് നിന്നുള്ള എനർജി മാക്സിമം നമ്മുടെ വീടിനകത്തേക്ക് കടന്നു വന്നെങ്കിൽ മാക്സിമം ആ കോസ്മിക് എനർജി വീടിനകത്ത് നിൽക്കുകയുള്ളൂ. അതേസമയം തെക്ക് പടിഞ്ഞാറ് ഭാഗം നമ്മൾ വലിയൊരു ഓപ്പണിംഗ് കൊടുത്താൽ സൂര്യൻ അസ്തമിക്കുന്ന സമയത്തുള്ള എനർജിയാണ് വീടിൻ്റെ അകത്തേക്ക് കടന്നു വരുന്നത്. അതുപോലെ തെക്കോട്ട് വീട് വെക്കരുതെന്ന് പല ആൾക്കാർക്ക് ചിലർക്ക് പേടിയൊക്കെ ഉണ്ട്. കാരണം വെച്ചാൽ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിട്ട് നമ്മളൊരു വീട് പ്ലാൻ ചെയ്യുമ്പം മെയിൻ റോഡ് എങ്ങോട്ടാണോ, ഇപ്പം തെക്കോട്ടാണ് മെയിൻ റോഡ് വരുന്നതെങ്കിൽ നമ്മൾ അതിന് ദർശനമായിട്ടായിരിക്കും നമ്മൾ കൊടുക്കുക. വടക്കോട്ടാണ് മെയിൻ റോഡ് വരുന്നതെങ്കിൽ നമ്മൾ അതിന് ദർശനമായിട്ടായിരിക്കും കൊടുക്കുക. കിഴക്ക് ഭാഗത്തോട്ടോ പടിഞ്ഞാറ് ഭാഗത്തോട്ടോ മെയിൻ ഡോർ വരുന്നെങ്കിൽ നമ്മൾ ആ ദിശയ്ക്ക് അഭിമുഖമായിട്ട് തന്നെയാണ് നമ്മൾ വീട് പ്ലാൻ ചെയ്യുന്നത്. കാരണം ചില ആൾക്കാർക്ക് തെക്കോട്ട് വീട് ഫേസ് ചെയ്യുമ്പോൾ പലർക്കും പേടിയാണ്. കാരണം വെച്ചാൽ അതിൻ്റെ മെയിൻ വിഷയം എന്ന് വെച്ചാൽ സൂര്യൻ്റെ മാക്സിമം കഠിനമായിട്ടുള്ള ഊർജ്ജമായിരിക്കും ഇതിനകത്തേക്ക് കടന്നു വരുന്നത്. അപ്പം നമ്മൾ തെക്കോട്ട് വീട് പ്ലാൻ ചെയ്യുമ്പോഴും കിഴക്ക് ഭാഗത്തു നിന്നുള്ള മാക്സിമം ഊർജ്ജം, ആ കോസ്മിക് എനർജി വീടിനകത്തേക്ക് കടന്നു വരത്തക്കോണം വേണം നമ്മളത് പ്ലാൻ ചെയ്യുവാനായിട്ട്. എങ്കിലേ നമുക്ക് അതുകൊണ്ടുള്ള ഗുണഫലങ്ങളും വാസ്തുവിൻ്റെ കൂടുതൽ ഗുണഫലങ്ങളൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. ഈ കടന്നു വരുന്ന പോസിറ്റീവ് ഊർജ്ജം വീടിനകത്ത് നിൽക്കുവാൻ വേണ്ടിയാണ് നമ്മൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വലിയ വാതിലോ ജനലോ ഒന്നും കൊടുക്കാതെ നമ്മൾ ചെറിയ വിൻഡോസും ചെറിയ വാതിലുകളൊക്കെ ആയിരിക്കും നമ്മൾ അവിടെ യൂസ് ചെയ്യുക. അപ്പോൾ എനർജി ഫ്ലോ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ വീടിൻ്റെ അകത്ത് വാസ്തു ചെയ്ത് നമുക്ക് കറക്റ്റായി എന്ന് എപ്പോഴും പറയാറുള്ളൂ. പലപ്പോഴും ചില വീടുകളിലെ ബ്രഹ്മസൂത്രം അടഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും ബ്രഹ്മസൂത്രം ഓപ്പൺ ചെയ്തിട്ടേക്കുന്നത് കണ്ടുണ്ട്. ബ്രഹ്മസൂത്രം എന്ന് പറയുന്നത് കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് പോകുന്ന ഒരു രേഖയാണ്. അത് നമ്മുടെ ദിശ അനുസരിച്ച് നമ്മളൊരു മാഗ്നറ്റിക് കോമ്പസ് വെച്ചിട്ട് അത് എത്ര ഡിഗ്രി ചരിവിലാണോ അതിൻ്റെ ദിശ വരുന്നത് അതനുസരിച്ച് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുത്തെങ്കിൽ നമുക്കത് കൃത്യമായിട്ടുള്ള ഗുണഫലങ്ങൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുകയുള്ളൂ. ഒരു വാസ്തു ചെയ്യുന്നു എന്ന് പറയുന്നതല്ല, അത് നമ്മൾ കൃത്യമായി ചെയ്തെങ്കിലേ അതിൻ്റെ ഗുണഫലങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ. കാരണം വെച്ചാൽ ഒരു വീടെടുക്കുമ്പോഴാണെങ്കിലും വസ്തു എടുക്കുമ്പോഴാണെങ്കിലും വീടെടുക്കുമ്പോഴാണെങ്കിലും അതിനകത്ത് നമ്മൾ മാക്സിമം വാസ്തുവിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് ചെയ്യുവാനായിട്ട് മാക്സിമം ശ്രമിക്കുക. എങ്കിലേ മാക്സിമം നമുക്ക് അതിൻ്റെ ഗുണഫലങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരികയും ചെയ്യും. വാസ്തുശാസ്ത്രത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതിയറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിന്റെ മനോഹരമായ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു പുതുമ നിറഞ്ഞ അധ്യായവുമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.